IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്. ഇന്ന് നമുക്ക് IEC യെ കുറിച്ച് പഠിക്കാം. എന്താണ് IEC? എങ്ങനെയാണ് IEC അപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ് IEC ഒരു ഇമ്പോർട്ടന്റ് രേഖയായി മാറുന്നത്? നമ്മുടെ കയറ്റുമതി വ്യാപാരം നമ്മൾ നടത്തുമ്പോൾ ഒരു സംരംഭകന് ഒഴിവാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു രജിസ്ട്രേഷൻ ആണ് IEC. IEC ഇല്ലാതെ നമുക്ക് ഒരു തരത്തിലുള്ള ഗവൺമെന്റിൽ നിന്നുള്ള സ്കീമുകൾ അവൈൽ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മൾ മുൻ വീഡിയോകളിൽ സംസാരിച്ച പോലെയുള്ള രജിസ്ട്രേഷൻസ്, IEC, കസ്റ്റംസ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് IEC. IECയിൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് IECക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ബയ്യറിനെ ആയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ, ബയ്യറുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ തന്നെ ആദ്യമായിട്ട് ബയ്യർ ചോദിക്കുന്നത് നമ്മുടെ IECയുടെ കോപ്പി ആയിരിക്കും. നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡും നമ്മുടെ RCMCയും ആയിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ ബയ്യർ ചോദിക്കുന്നത്. അല്ലാതെ നമ്മുടെ കമ്പനി രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസോ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനോ അല്ലെങ്കിൽ GST ഒന്നും തന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നമ്മുടെ ഇമ്പോർട്ടർക്ക്, നമ്മുടെ ഇറക്കുമതിക്കാരന് യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യവും ഉള്ളതല്ല. നമ്മുടെ GSTയോ നമ്മുടെ ഇന്ത്യ കമ്പനി രജിസ്ട്രേഷൻ എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണോ എന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ട് അവർ കരുതുന്നത് IEC ആണ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡാണ്. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് എക്സ്പോർട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡിനായിട്ട് അപേക്ഷിക്കാനായിട്ട് ആദ്യമായിട്ട് ഓൺലൈൻ പ്രക്രിയ, ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് DGFT ആണ് നമ്മുടെ കയറ്റുമതി കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ബോഡി, രജിസ്റ്റർ ചെയ്യുന്ന ഗവൺമെന്റ് ബോഡി. ഈ DGFTയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കാൻ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു മെമ്പർഷിപ്പ് പോലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പാൻ നമ്പറും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഇമെയിൽ ഐഡിയും നമ്മുടെ ഫോൺ നമ്പറും വെരിഫൈ ചെയ്യണം. ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ചുകൊണ്ട് ആ DGFTയിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് DGFTയിൽ ഒരു മെമ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുക. ഇപ്പോ DGFT.gov.in എന്നുള്ള വെബ്സൈറ്റിലോട്ട് നമ്മൾ പോവുകയാണ്. അത് നമുക്ക് കാണാൻ കഴിയും. അവിടെ മുകളിൽ റൈറ്റ് സൈഡിൽ ലോഗിൻ എന്നും പറഞ്ഞിട്ടുള്ളതുണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് രജിസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക. ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. DGFTയുടെ വെബ്സൈറ്റിൽ മെമ്പറായിട്ട് ലോഗിൻ ചെയ്യുക. ചെയ്ത ശേഷം നമുക്ക് IECക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് കടക്കുക. അതിൽ നമ്മുടെ പാൻ നമ്പർ, നമ്മുടെ കമ്പനിയെ കുറിച്ചും ഓണേഴ്സിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടി വരും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടി വരും. ഈ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ തന്നെ IECയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനുകൾ ഏതൊക്കെയാണ്, നമ്മുടെ രജിസ്ട്രേഷൻസ്, ബാക്കി കാര്യങ്ങൾ, ഡോക്യുമെന്റുകൾ, അതിൽ ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റുകൾ, പാൻ കാർഡ് അടക്കമുള്ള ഡോക്യുമെന്റുകളെല്ലാം തന്നെ അതിൽ അപ്ലോഡ് ചെയ്യണം. അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ചില ഫോർമാറ്റ്, ഇപ്പൊ അതിൻ്റെ അകത്ത് റിക്വയർമെന്റ് ഒക്കെ ഉണ്ട്. സൈസ്, ഫയൽ സൈസ് നോക്കുക, ഫോർമാറ്റ് ഏതാണ് നോക്കുക, PDF, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം അത്തരം എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ സ്കാൻ ചെയ്ത്, വളരെ വൃത്തിയായിട്ട് സ്കാൻ ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ ലോഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് വെരിഫൈ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ സ്കാൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എല്ലാ ഡോക്യുമെന്റുകളും, എല്ലാ സ്കാൻഡ് പേപ്പറുകളും PDF-കളും എല്ലാം വളരെ ശരിയാണെന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിന്റെ ആവശ്യമായിട്ടുള്ള ഫീസ് നമ്മൾ അടയ്ക്കുക. ആ ഫീസ് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചോ ഒക്കെ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഫീസ് അടച്ചു കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഇത് സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ, സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ.
സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡോക്യുമെന്റും ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക്, എല്ലാ അപ്ലോഡുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സമർപ്പിക്കാൻ കഴിയുള്ളൂ. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കൊരു രസീത് കിട്ടും, ഒരു റെസിപ്റ്റ് കിട്ടും. ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ രസീത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. IEC ആപ്ലിക്കേഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉദ്യോഗസ്ഥര് അതിനെക്കുറിച്ചുള്ള ക്രോസ് ചെക്കിങ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് 2-3 ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ ഇമെയിലിലേക്കും പോസ്റ്റിലേക്ക് ഇപ്പോഴും വരുന്നില്ല, ഇമെയിലിലേക്ക് അത് ഡിജിറ്റൽ സിഗ്നേച്ചറോട് കൂടി ഒരു IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് നമുക്ക് അവർ എത്തിച്ചു നൽകുന്നതാണ്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇനി വലിയ തരത്തിലുള്ള പഴയ പോലെയുള്ള കഷ്ടപ്പാടുകളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് സംരംഭങ്ങൾ തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്നതാണ് IEC. വലിയ ചെലവുമില്ല. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡിന് അപേക്ഷിക്കാനുള്ള ഓഫ്ലൈൻ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓഫ്ലൈൻ രീതികൾ ഇപ്പോൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമുക്കറിയാം. എല്ലാം ഇപ്പോൾ ഓൺലൈനാണ്. ഓൺലൈൻ ആക്സസ് ഇല്ലാത്ത, ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള വിദേശ വ്യാപാരം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയി കഴിഞ്ഞു. എന്നാലും നമ്മുടെ DGFTയുടെ ഏറ്റവും അടുത്തുള്ള ഓഫീസിൽ നിന്ന് നമുക്ക് അപേക്ഷാ ഫോറം കിട്ടും. അതിൻ്റെ അകത്ത് ഈ അപേക്ഷാ ഫോറം നമ്മൾ വാങ്ങിച്ച് അവിടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ്, ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റേലുള്ള പോലെ തന്നെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പൂരിപ്പിച്ചെടുക്കാൻ പറ്റും. പൂരിപ്പിച്ചെടുത്ത ശേഷം അതിൻ്റെ അകത്ത് തന്നെ അറ്റാച്ച് ചെയ്യേണ്ട ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് പ്രിന്റ് ഔട്ട് നമുക്ക് അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ച് DGFTയെ തന്നെ ഇത് സമർപ്പിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ ഫീസ് അടയ്ക്കേണ്ടി വരും. ആ ഫീസ് അടയ്ക്കുന്നത് നമുക്ക് മറ്റേപോലെ അല്ല, ഓൺലൈൻ പേയ്മെന്റ് അല്ല. ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ ബാങ്കിൽ നിന്നും DGFTയുടെ പേരിലെടുത്ത് അതിനോടൊപ്പം സമർപ്പിക്കുക. അതുപോലെയുള്ള വെരിഫിക്കേഷൻ പ്രോസസ് ചെയ്തിട്ട് അതേ സിസ്റ്റം തന്നെ നമുക്ക് IE കോഡ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഇഷ്യൂ തരുന്നതാണ്. അത് മറ്റേതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഓൺലൈനിലാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. എല്ലാം തന്നെ ഓൺലൈൻ ആയി കഴിഞ്ഞു എന്ന് കൂടി മനസ്സിലാക്കുക. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ എന്തൊക്കെ രേഖകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? IE കോഡിന്, ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്താണെന്ന് തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് ആ ഒരു സംശയം ഉണ്ടാവും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടാകും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പാൻ കാർഡാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പാൻ കാർഡിനോടൊപ്പം നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ രേഖകളും പാൻ കാർഡുമായിട്ട് ഒരു താരതമ്യത്തിൽ പേരടക്കം അല്ലെങ്കിൽ ജനനത്തീയതി അടക്കം എല്ലാ കാര്യങ്ങളും പാൻ കാർഡിൽ ഉള്ളതുപോലെ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുവരുത്തുക. പേര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും മറ്റേതില് ആധാറിലോ മറ്റു കാര്യങ്ങളിലോ ഉണ്ടാകാതെ പാൻ കാർഡ് ആണ് പ്രധാന വിഷയം. പാൻ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തി പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെയുള്ള വിവരങ്ങൾ മറ്റ് ആധാരങ്ങളിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായി നമ്മൾ പാൻ കാർഡിനോടൊപ്പം ചേർക്കേണ്ടത് ഒരു തിരിച്ചറിയൽ രേഖയാണ്. അത് ആധാർ ആയിക്കോട്ടെ, പാസ്പോർട്ട് ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ, ഇലക്ഷൻ ID ആയിക്കോട്ടെ, ഇത്തരം രേഖകൾ അംഗീകരിക്കുന്നതാണ്. ഈ 4 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ. പക്ഷെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ പേരുകൾ മറ്റേതിലെ പേരുകളുമായിട്ട് ഒന്ന് തന്നെ ആയിരിക്കണം, തെറ്റാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ ശ്രദ്ധിക്കുക. അടുത്തതായി വേണ്ടത് അഡ്രസ് പ്രൂഫാണ്, വിലാസത്തിന്റെ തെളിവാണ്. അതിനുള്ള രേഖകൾ ഏത് തന്നെ, ഇപ്പോൾ യൂട്ടിലിറ്റി ബില്ല് ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള അഡ്രസ്സ് ഉള്ള രേഖ ആണെങ്കിലും അത് ഒന്നും തന്നെ ഒരിക്കലും ആധാറിലും പാൻ കാർഡിലുമുള്ള പേരുകളുമായി വ്യത്യസ്തമാകരുത്. അത് മാത്രമല്ല പുതിയ ഡേറ്റിലുള്ളതായിരിക്കണം, ഏറ്റവും പുതിയ ഡേറ്റിലുള്ളതായിരിക്കണം നമ്മുടെ അഡ്രസ് പ്രൂഫ്. അത് ശ്രദ്ധിക്കുക. അതിനുള്ള വിവരങ്ങൾ നമ്മൾ അതിന് അനുസരിച്ചുള്ള രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യുക. അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ വാട്ടർ ബില്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വാടക ചീട്ടായിക്കോട്ടെ, നമ്മുടെ ബിൽഡിങ്ങിന്റെ, നമ്മുടെ സ്ഥാപനത്തിന്റെ വാടക ചീട്ടായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ബാങ്കിൽ നിന്നും IFSC ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ബ്ലാങ്ക് ചെക്ക്, ക്യാൻസൽഡ് ചെക്ക് കൂടെ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക. ഇത് രണ്ടുമാണ് ബാങ്കിങ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന രേഖകൾ. ബാങ്കിങ്ങിനെ കുറിച്ചുള്ള രേഖകൾ കൂടി അതിനോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപേക്ഷകന്റെ ഫോട്ടോയും IE കോഡിനോടൊപ്പം ചേർക്കേണ്ടതാണ്. ഏത് ഫോർമാറ്റിലാണ് ആവശ്യമുള്ളതെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസിലുണ്ട്, ആപ്ലിക്കേഷനിലുണ്ട്. അതിനനുസരിച്ചുള്ള ഫോട്ടോ കൂടി ചേർക്കേണ്ടതാണ്. ഇതുകൂടാതെ കമ്പനികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ കമ്പനിയുടെ കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ MOA, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ,
അതുപോലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, AOA ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഈ 3 ഡോക്യുമെന്റ്സും സ്കാൻ ചെയ്ത് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് DSC, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. DSC ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാലിഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഈ ആപ്ലിക്കേഷന് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ആവശ്യമുണ്ട്. ഈ കാണുന്ന ആൾക്കാർ ഇതിന്റെ അകത്ത് പൂർണ്ണമായിട്ടും വ്യക്തമായില്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ DGFTയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ അകത്ത് ട്രയൽ ചെയ്ത് നോക്കാവുന്നതാണ്, എങ്ങനെയാണ് ഇതെന്നുള്ളത് നോക്കാവുന്നതാണ്. അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നോട്ട് എഴുതി വെച്ചുകൊണ്ട് പഠിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏജന്റിനെ, ഇതിൽ ഒരുപാട് ഏജന്റുമാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏജന്റുമാരുണ്ട്, അവരെ സമീപിക്കുകയാണെങ്കിൽ അവർ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യം ചെയ്തു തരും. അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കും എന്നുകൂടി പറഞ്ഞുകൊള്ളുന്നു. നന്ദി.